എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിനെ നമ്മുടെ രോഹിത്തിനെ എങ്ങനെയും ഇറക്കുക എന്നുള്ള തീരുമാനമായിട്ടാണ് നമ്മുടെ ശ്യാമ പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വരുമ്പോൾ ശാലിനി അവിടെയുണ്ട്. അപ്പോൾ ശാലിനിയോട് ഭയങ്കരമായിട്ട് ഇതൊക്കെ പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല, പറ്റുമെങ്കിൽ എന്നെ സഹായിക്കുക, രോഹിത്തിനെ എങ്ങനെയെങ്കിലും ഇറക്കണം, ഇനിയെങ്കിലും നന്നായാലോ എന്ന് പറയുകയാണ്. അപ്പോൾ ശാലിനി ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്, ശരിയാണ്, ചിലപ്പോൾ ഇറക്കിക്കഴിഞ്ഞാൽ നന്നായെങ്കിലോ, അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കാം. ഇനി പിന്നെ വേണ്ടത് ആ മൂവർ സംഘത്തെ പിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പണിയും തുടങ്ങണം എന്നിങ്ങനെ ശാലിനി ആലോചിക്കുകയാണ്. അങ്ങനെ തൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് വക്കീലിനെ ഏർപ്പാടാനൊക്കെ റെഡിയാക്കാനൊക്കെ നമ്മുടെ ശാലിനി അറിയിക്കുകയാണ്. അങ്ങനെ കോടതിയിൽ അതിന് പ്രകാരം ഇവർ കോടതിയിൽ ചെന്നിട്ട് വക്കീലിനെ കുറേ നേരം നോക്കി നിൽക്കുന്നു. വക്കീലിന് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എന്താ ലേറ്റായിട്ട് വന്നത്, എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത്, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, കേസ് വിളിക്കുന്ന സമയത്ത് ഞാൻ പ്രസൻ്റ് ആയിക്കോളും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവരങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുസ്മിതയും കൂട്ടരും നമ്മുടെ രോഹിത്തിനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവരുന്നത്. ഇത് കണ്ട ശ്യാമയാകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നതാണ് രോഹിത്. അപ്പോൾ രോഹിത് അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം ഉടനെ സുസ്മിത ശ്യാമയോട് പറയും, നീ എന്താടി വിചാരിച്ച് ഞങ്ങൾ ഇവരെ കളയുമെന്നോ, നീയൊന്നും ഇവരുടെ കൂടെ നിൽക്കത്തില്ലെന്നും പറഞ്ഞിട്ട് അവളെ അങ്ങ് ഇത് ചെയ്യാം. അപ്പം വീണ്ടും രോഹിത് പഴയപടി തന്നെ ആവുകയാണ്. അങ്ങനെ സുസ്മിതയുടെ കൂടെ ചേർന്ന് നമ്മുടെ ശ്യാമയോട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുബൈറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലാവുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, നല്ല ആഴത്തിലുള്ള മുറിവാണ്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അപ്പോൾ നൂറ് ചോദിക്കുന്നു, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത്, പ്രാർത്ഥനയായിട്ട് ഏറ്റവും വലുതെന്ന് പറയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവം എത്തും. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് നമ്മുടെ വിഷ്ണുവും ശ്യാമയും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം വിഷ്ണുവിനെ അറിയാം എന്തായാലും അത് തന്നെ വീണതല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അങ്ങനെ ശ്യാമ നമ്മുടെ നൂറിനോട് ചോദിക്കുന്നു, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പം നൂറ് പറയുന്നു, ഇങ്ങനെ ആരോ വന്ന് ഉപദ്രവിച്ചാണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ വിഷ്ണു ശ്യാമ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം ശ്യാമ പറയുന്നു, നൂറ് പറയുന്നതിൽ എന്തോ കള്ളമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പക്ഷേ വിഷ്ണുവിന് അത് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ചെയ്തത് ആരാണെന്നുള്ളത്. കാരണം വിഷ്ണുവിൻ്റെ വീട്ടിലെ പൈസ കൊണ്ടുപോയതും അതുപോലെ ഈ തല്ലിയിട്ടതിനൊക്കെ പിന്നിൽ നമ്മുടെ നസീറാണ് നന്നായിട്ട് അറിയാം. അങ്ങനെ നസീറിനെതിരെ കളിക്കാൻ വേണ്ടി നമ്മുടെ വിഷ്ണു ഇറങ്ങുകയാണ്. അങ്ങനെ വിഷ്ണു എന്ന് നസീറിനെ പിടിക്കും, അടിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ സ്റ്റേഷനിലൊക്കെ കൊണ്ടിടുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളാവുന്നു. അപ്പം മനസ്സിലാവുന്നു പൈസ കട്ടതും നമ്മുടെ സുബൈറിനെ ഉപദ്രവിച്ചതും ഇവരൊക്കെയാണെന്ന്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ നല്ലൊരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡുള്ളത്. അതുപോലെ നമ്മുടെ രോഹിത് ആണെങ്കിൽ അവരുടെ കൂടെ ചെന്നിട്ട് അടുത്ത പുതിയ നീക്കങ്ങളുമായി അവരും പുതിയ ബിസിനസ്സും പുതിയ തന്ത്രങ്ങളുമായിട്ട് അവരും ഇറങ്ങുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.